ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് കുറച്ച് ദിവസം മുന്നേ എടുത്തു വെച്ച വീഡിയോ കേട്ടോ. മോൻ്റെ സ്കൂളിലൊരു പ്രോഗ്രാമിൻ്റെ അന്ന് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അവൻ സ്കൂളിൽ പോയിട്ട് തിരിച്ചു വന്ന വഴിക്ക് ബസ്സിൽ നിന്ന് നേരെ അവനെയും കുട്ടി ഞങ്ങൾ കടയിലോട്ട് പോയതാ. ഇത് ഉപ്പ് വാങ്ങാനുള്ള പോക്കാട്ടോ. എപ്പോഴും വീട്ടിൽ എക്സ്ട്രാ ഒരു പാക്കറ്റ് ഉപ്പ് കരുതുന്നതാ. ഞാൻ കരുതിയത് കാണുമായിരിക്കുമെന്ന്. മോനെ വിളിക്കാൻ എന്തായാലും വരണമല്ലോ, അപ്പോൾ അതുകൂടി ഒരു പാക്കറ്റ് വാങ്ങാമെന്ന് കരുതി. അതാകുമ്പോൾ വീട്ടിൽ നിന്ന് ഒരു പ്രാവശ്യം ഇറങ്ങി വെയിൽ കൊണ്ടാൽ മതിയല്ലോ. ചൂടിനെപ്പറ്റി പറയാനൊന്നുമില്ല, ചൂട് കാരണം ഭ്രാന്ത് പിടിച്ചിരിക്കുക. ഈ പറഞ്ഞുകൊണ്ട് വരുന്നത് സ്കൂളിൽ നടന്നതൊക്കെയാ കേട്ടോ. പിന്നെ കടയിൽ പോകുമ്പോൾ വാങ്ങാനുള്ള ലിസ്റ്റും. സ്കൂളിൽ നിന്ന് നേരെ കടയിലോട്ട് മിഠായി വാങ്ങാൻ പോകുന്നതിൻ്റെ സന്തോഷമായത്. ഇപ്പോൾ നേരെ വീട്ടിലോട്ടാണ് പോയിരുന്നെങ്കിൽ അവിടെ ക്ഷീണിച്ച് കിടന്നേനെ. ചോക്ലേറ്റ് വാങ്ങാൻ എങ്ങോട്ടാണ് പോണേന്ന് അവന് കറക്റ്റായിട്ട് അറിയാം. നേരെ പോയി ഫ്രീസർ തുറന്നവന് വേണമെന്ന് എല്ലാം പറക്കിയെടുത്ത്. വീട്ടിൽ വന്ന് കാണിക്കുന്നുണ്ടോ, അവന് ഭയങ്കര ചൂടാന്ന്. സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അവനെ റെഡിയാക്കി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. ചോറിന് സാമ്പാറും കണവത്തോരനും ആയിരുന്നു. ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് മാർക്കറ്റിലേക്ക് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. മോന് 2 ഷർട്ട് വാങ്ങിയായിരുന്നു. അത് ചെറുത്, അതൊന്ന് ചേഞ്ച് ചെയ്യണമായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ രസമായിരുന്നു കേട്ടോ. ഇതാണ് ആ കോമഡി. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് കണ്ടിട്ട് എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടെങ്കിൽ അതും കമൻറ്റായി പറഞ്ഞു കേട്ടോ. ഞാനിടുന്ന വീഡിയോകളെ ഒരു ലൈക്ക് കൊണ്ടുപോലും തൊട്ട് നോവിക്കാത്ത ഒരുപാട് നല്ലവരായ കൂട്ടുകാരുണ്ട് ഇവിടെ. അവർക്കും അഭിപ്രായം പറയാം കേട്ടോ. ഞങ്ങൾ വാങ്ങിയ ടീഷർട്ടിൻ്റെ ഒരു സൈസ് വലുത് വാങ്ങണമായിരുന്നു. വാങ്ങിയപ്പോൾ പ്രൈസ് ടാഗിൽ അതേ വില കൊടുത്താണ് ഞങ്ങൾ വാങ്ങിയത്. രണ്ടാമത് മാറ്റിയെടുത്ത ടീഷർട്ടിലും അതേ വില തന്നെയാട്ടോ. കടക്കാരൻ പറയുക ആ പ്രൈസ് ടാഗിലെ വിലയല്ലാതെ വീണ്ടും കുറച്ചുകൂടി കൊടുക്കണമെന്ന്. പ്രൈസ് ടാഗിൽ ഈ റേറ്റ് എഴുതി വെച്ചിരിക്കുന്ന എന്തിനാന്ന് ഞങ്ങളും. ആൾക്ക് പൈസ ഇനിയും കിട്ടിയേ പറ്റൂ. പിന്നെ നല്ല സംസാരമായി. ഒരാളെ പറ്റിച്ച് കുറച്ച് കാശ് കിട്ടിയത് നല്ലതല്ലേ. ഇതിനൊക്കെ എന്താ പറയുന്നത്, ഇവിടെ ഇതും നടക്കും ഇതിനപ്പുറവും നടക്കും. പക്ഷേ കടക്കാരൻ പറ്റിക്കാൻ തിരഞ്ഞെടുത്ത ആൾ ചെറുതായിട്ടൊന്ന് മാറിപ്പോയെന്നേ ഉള്ളൂ. ഇത് കേട്ടപ്പോൾ ഞാൻ സൈഡിൽ മാറി നിന്നങ്ങോട്ട് വീഡിയോ പിടിക്കാനും തുടങ്ങി. നിങ്ങളെ കൂടി കാണിക്കാമല്ലോ. ഞാൻ ഈ വീഡിയോ പിടിക്കുന്ന കണ്ടപ്പോൾ പിന്നെ അവൻ കൂടുതലൊന്നും മിണ്ടിയില്ല കേട്ടോ. പിന്നെ അവന് എക്സ്ട്രാ പൈസയും വേണ്ട, ഒന്നും വേണ്ട, ഞങ്ങൾ അവിടെ നിന്ന് പോയാൽ മതിയെന്നായി. ഇത് കണ്ടപ്പോൾ ചുറ്റും നിന്ന ആളുകളൂടി അവനോട് ചോദിച്ചു തുടങ്ങി. ഞങ്ങളന്ന് ഡ്രസ്സ് വാങ്ങിയത് പ്രൈസ് ടാഗിലുള്ള അതേ വില കൊടുത്താണ്. ഇപ്പം എടുത്ത ടീഷർട്ടും പ്രൈസ് ടാഗിൽ അതേ വില തന്നെയാണ്. ആൾക്ക് പ്രൈസ് ടാഗിലെ വിലയേക്കാളും കുറച്ചുകൂടി പൈസ വേണമെന്ന്. അതെങ്ങനെയാ ശരിയാവുക? ഞങ്ങൾ വിട്ടുകൊടുത്തില്ല കേട്ടോ. ആളുകളെ പറ്റിക്കുമ്പോൾ കുറച്ചുകൂടെ മയത്തിൽ പറ്റിക്കാമല്ലോ. ഞങ്ങൾ ആ പ്രൈസ് ടാഗിൽ 1 രൂപയെങ്കിലും കൂടുതലുണ്ട് അത് കൊടുക്കാൻ തയ്യാറായിരുന്നു. ഇതങ്ങോട്ട് എത്ര കൂട്ടിക്കിഴിച്ച് നോക്കിയിട്ട് ശരിയാവുന്നില്ല. പിന്നെ ഞങ്ങൾ പ്രൈസ് ടാഗിൽ അതേ വിലയ്ക്ക് തന്നെ സാധനവും വാങ്ങി അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഞങ്ങൾ നേരെ പോയത് ഹോസ്പിറ്റലിലാണ്. ഏട്ടൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫ് അവിടെ അഡ്മിറ്റായിരുന്നു. ഇവരെ കാണാനും കൂടി കേട്ടോ ഇന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഞങ്ങൾ ചെല്ലുന്നതിന് 5 മിനിറ്റ് മുന്നേ അവർ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലോട്ട് പോയി. പിന്നെ ഞങ്ങളവരെ വീട്ടിൽ പോയി കണ്ടു കേട്ടോ. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.